ഗായ്സ്, നമ്മൾ കുറച്ചായില്ലേ കണ്ടിട്ട്. 2-3 ദിവസം തിരക്കിലായിരുന്നു. ഓണമൊക്കെ അല്ലേ, അപ്പം അതിൻ്റെതായ ചില തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെയും മെനയാന്നും വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നത്. ഇന്ന് മുതൽ നമ്മൾ സജീവമായിരിക്കും. അതിനിടയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ ഒരു വലിയ സംഭവം നടന്നു. സദാചാര ഗുണ്ട അനുമോൾ ഒരു ചെറിയ പ്രശ്നമൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടാക്കിയായിരുന്നു. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടു കാണും. രാത്രി ആര്യനും ജിസയിലും പുതപ്പിനകത്ത് എന്തൊക്കെയോ ചെറിയ ചെറിയ കുൽസിത പ്രവർത്തികൾ നടത്തുന്നു എന്നാണ് അനുമോളുടെ ആരോപണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ഈ ബിഗ് ബോസ് ഹൗസ് പോയിട്ട് സദാചാര പോലീസ് കളിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടെങ്കിലും ഞാൻ അവിടെ നോട്ട് ചെയ്തൊരു കാര്യം, അങ്ങനത്തെ ഒരു സാധനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരിക്കലും അത് എയർ ചെയ്യില്ല. കാരണം അത് ഏഷ്യാനെറ്റിനും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനും അത് ഹോസ്റ്റ് ചെയ്യുന്ന മോഹൻലാലിനും ഒക്കെ ഒരുപോലെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആരെങ്കിലും കെട്ടിപ്പിടിക്കുകയോ ഉമ്മവയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ബിഗ് ബോസ് യാതൊരു കാരണവശാലും അത് പുറത്തേക്ക് വിടില്ല. ബിഗ് ബോസ് ലൈവ് എന്തൊക്കെ കാണണം, എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് തന്നെ ബിഗ് ബോസ് ആണ്. അറിയാലോ, ലൈവും അവർ ഓൾറെഡി എന്തൊക്കെ കാണണം എന്ന് അവർ തീരുമാനിക്കുന്നു. ആ സാധനങ്ങളാണ് ലൈവിൽ നമ്മളെ കാണിക്കുന്നത്. എക്സാക്ട് സെയിം അതുപോലെ തന്നെയാണ് എപ്പിസോഡിലും. അങ്ങനെ നോക്കുന്ന സമയത്ത് ആര്യനെയും ജിസേലിൻ്റെയും ഇടയ്ക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് അത് പ്രേക്ഷകരെ കാണിക്കാൻ തയ്യാറാവോ? ഒരിക്കലുമില്ല. പക്ഷേ രണ്ട് സാഹചര്യങ്ങളിൽ ബിഗ് ബോസ് ആ ഒരു വീഡിയോ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, അനുമോളെ കിറ്റ് മിസ്സായ ആ സമയത്ത്. അന്നത്തെ വീഡിയോയിൽ പിന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാം, അനുമോള് റൂമിനകത്തോട്ട് വരുന്നത് വരെ പുതപ്പില്ലാതെ കിടന്ന ആര്യൻ പെട്ടെന്ന് വരുന്നത് കണ്ട സമയത്ത് തലയിൽ കൂടെ പുതച്ചിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അനുമോൾ ഇത് മിസ്ലീഡ് ചെയ്യണം, തെറ്റായി ചിത്രീകരിക്കണം എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടി മനഃപൂർവ്വം ചെയ്തൊരു പരിപാടിയാണ് അത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകും. കാരണം അനുമോൾ ആ ഡോറിന്റെ അടുത്തോട്ട് നടന്ന് ഡോർ തുറക്കാൻ പോകുന്നവരെ ആര്യൻ പുതപ്പ് കഴുത്ത് വരെ എങ്ങനെ ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഡോറ് തുറന്ന് അകത്തോട്ട് കയറുന്ന സമയത്താണ് പുള്ളിക്കാരൻ തല വഴി മൂടി പൊതിച്ച് കിടക്കുന്നത്. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ദിവസം കിറ്റ് കാണാതായതിന്റെ തൊട്ടടുത്ത ദിവസമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അവിടെ ആദ്യം പ്ലേ ചെയ്ത് കാണിച്ചത്. അത് ഞാനവിടെ സ്ലോ മോഷനിൽ ഒന്നുകൂടെ കാണിച്ച് നിങ്ങളോട് സംസാരിക്കാം. ഇതിൽ കാണാം, ഇവന്റെ രാത്രി എഴുന്നേൽക്കുന്നു. രാത്രി എഴുന്നേറ്റിട്ട് ഓർക്കണം, രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയം കൂടിയാണ്. ബിഗ് ബോസിന് ഈ ഒരു കാര്യം എയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും രാത്രി കിടന്നുറങ്ങാണ്. ഈ പയ്യൻ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കുന്നു. ശേഷം അവിടെ ചുറ്റും ആളുകളെ നോക്കുന്നു. അപ്പുറത്ത് നോക്കുന്നു, ഇപ്പുറം നോക്കുന്നു. ലാസ്റ്റ് ബെഡിൽ ഇരുന്നിട്ട് കിടക്കാൻ നേരത്ത് അനുമോളെയും നോക്കുന്നുണ്ട്. കിടന്നു കഴിഞ്ഞതിന് ശേഷം സ്വന്തം പുതപ്പ് റെഡിയാക്കുന്നു. അതിപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. സ്വന്തം പുതപ്പ് കിടക്കാൻ നേരത്തെ ഒന്ന് വലിച്ചു മൂടി റെഡിയാക്കുന്നു. അതിലിപ്പോൾ എത്ര പ്രശ്നം. പക്ഷെ അവിടെയല്ല പ്രശ്നം നമ്മൾ കാണുന്നത്. കിടന്നതിന് ശേഷം രണ്ടാമത് അവൻ പൊക്കുന്നത് ജിസേലിന്റെ പുതപ്പാണ്. ജിസേലിന്റെ പുതപ്പ് പൊക്കുന്നു. അതിൽ ആ ജിസേൽ കിടക്കുന്ന പുതപ്പിന് അനക്കം കാണാം. സോ ഒന്നെങ്കിൽ ആ സ്ത്രീ അങ്ങോട്ട് നീങ്ങി കിടന്നിരിക്കണം, അല്ലെങ്കിൽ ആരും ഇങ്ങോട്ട് നീങ്ങി കിടന്നിരിക്കണം. ഒന്നും അറിയത്തില്ല. എന്താണെങ്കിലും അതിനുശേഷം ആ പുതപ്പുകൾക്ക് ഇളക്കം തട്ടുന്നുണ്ട്. പുതപ്പ് നീങ്ങുമ്പോൾ ജിസേലിന്റെ പുറം കാണുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ സീനൊക്കെ അതിലുണ്ട്. മുഴുവൻ ക്ലിപ്പ് ഞാനോട്ട് കൊടുക്കുന്നില്ല, ഇത്രയും കണ്ടാൽ മതി. അതാണ് അനുമോള് പറഞ്ഞ രംഗം. അന്ന് രാത്രി അനുമോൾ ഉറക്കം നടിച്ചു കിടന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ എല്ലാവരും ഉറങ്ങിയോ എന്ന് നോക്കി ജിസേലിന്റെ കൂടെ കിടന്ന് ഉമ്മ വെച്ചു എന്ന് അനുമോള് വാദിച്ച ദൃശ്യം ഇതാണ്. ഇവിടെ ഞാൻ ഒരിക്കലും അനുമോളെ തെറ്റ് പറയില്ല. ഇപ്പം അനുമോൾ അത് വായ കൊണ്ട് പുറത്തോട്ട് പറഞ്ഞു. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവാണ്, ഒരു വിജനമായ പ്രദേശത്ത് കൂടെ പോവാണ്. അങ്ങനെ പോകുന്ന സമയത്തും ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നു. കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ 2 പേരില്ല, പുറകെ സീറ്റിൽ 2 പേര് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഒരാണും പെണ്ണുമാണെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം നമ്മൾ ആ ഒരു വിഷയത്തിൽ ഇടപെട്ട് എന്താ കാറിൻ്റെ അകത്ത് നല്ല പരിപാടി ഇതൊക്കെ ചോദിക്കുന്നതിന് പകരം നമ്മളത് കണ്ടിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവും, കാറിന്റെ പുറകിൽ സീറ്റിൽ 2 ആളും കൂടെ എന്താണ് പരിപാടി എന്നുള്ളൊരു മൈൻഡ് പല ആളുകളുടെ ഉള്ളിലൂടെയും പോകും. പക്ഷെ നമ്മൾ അതിനകത്തോട്ട് ഒരു സദാചാര പോലീസ് കളിക്കാനോ സദാചാര ഗുണ്ട കളിക്കാനോ നമ്മൾ അതിനകത്തോട്ട് ഇടപെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മുടെ മനസ്സിൽ അതുണ്ടാവും. അതേമാതിരി കാടിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒളിച്ചു മാറി നിൽക്കുമ്പോഴോ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. അത് ഒരു റിയാലിറ്റിയാണ്. അവരത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് അവരുടെ ഭാഗത്ത് ശരി. പക്ഷെ അത് കാണുന്ന ഭൂരിഭാഗം മനുഷ്യരും അത്തരത്തിൽ അത് ചിന്തിക്കില്ല. ഇപ്പൊ ഒരു സരോവരം പാർക്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണാം ഓരോ റിവ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ സന്ദർശിച്ചിട്ട് ഇത് കണ്ടോ അത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് പല പല ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തു വിടുന്നതും അതിന്റെ താഴെ വരുന്ന കമന്റ്സും ചിലപ്പോൾ ഒരുപക്ഷെ അത്രയും കപ്പിൾസിന്റെ ഇടയ്ക്ക് 2 പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനോ തോളത്ത് കയറ്റിരുന്ന് വർത്താനം പറയുന്നതായിരിക്കും. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു വിജനമായ സ്ഥലത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അത് മറ്റെന്തോ പ്രവൃത്തിക്ക് വേണ്ടിയാണ് എന്ന് ആളുകൾ ചിന്തിക്കും. അത് സ്വാഭാവികമാണ്. അനുമോളും അങ്ങനെ ചിന്തിച്ചു. അല്ലെങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആര്യൻ എഴുന്നേറ്റ് ജിസേലിന്റെ പുതപ്പ് ശരീരത്തേക്ക് വലിച്ചിടുന്ന ദൃശ്യങ്ങൾ ബിഗ് ബോസ് എന്തിനു എയർ ചെയ്യണം? കാരണം എല്ലാവരും ഉറങ്ങിക്കിടക്കണം, അവിടെ ഒരു കണ്ടന്റ് ഇല്ല. അവിടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. അങ്ങനെ ഇല്ലാത്ത പക്ഷം ഈ ആര്യൻ എഴുന്നേക്കുന്നു, പുതപ്പ് കഥാക്കുന്നു, അവിടെ കിടക്കുന്നു, ജിസേലിന്റെ കൂടെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നു. വാട്ടെവർ ഇറ്റ് ഈസ്. സംസാരിക്കായിരിക്കാം, അല്ലെങ്കിൽ അനുമോള് പറഞ്ഞ പോലെ കിസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ രണ്ടാളും ചിലപ്പോൾ തണുത്തിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നതായിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ബിഗ് ബോസിന് അത് എയർ ചെയ്യേണ്ട കാര്യം എന്താണ്? എല്ലാവരും ഉറങ്ങിക്കിടക്കില്ല, അവിടെ ഒരു കണ്ടന്റ് ഇല്ല, ഫുൾ സൈലൻസ് ആണ്. അപ്പൊ ബിഗ് ബോസിനും അറിയാം ഇത് എയർ ചെയ്യേണ്ട ഒരു സാധനമാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അനുമോള് പറഞ്ഞതിൽ കുറേയൊക്കെ വാസ്തവമുണ്ട്. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ അനുമോളെ PR ആണെന്ന് ആരും പറയണ്ട കേട്ടോ.
എനിക്ക് അങ്ങനെ തോന്നി. കാരണം ജിസയിലും ആര്യനും ആദ്യം തലങ്ങനി വിലങ്ങനെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ കിടക്കാൻ തുടങ്ങി. അതും ആദ്യം നേരെ കിടക്കുമ്പോൾ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്തടുത്ത് കിടക്കാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ഒരു പുതപ്പിൻ്റെ അകത്ത് കയറാൻ തുടങ്ങി. പിന്നെ കിടക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച കാര്യമാണ്, ആര്യൻ കിടക്കുന്ന സമയത്ത് ആര്യൻ്റെ ഈ സൈഡിൽ, അതായത് ഈ ഫേസും ഷോൾഡറും കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ചുമരിനോട് ചേർത്ത് പില്ലോ എപ്പോഴും ചാരി വെക്കുന്നത്. ജിസയിലും അതേമാതിരി തന്നെ ജിസയിലിൻ്റെ ആ സൈഡിൽ പില്ലോ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ പെരുമാറുന്ന സമയത്ത് സംശയാസ്പദമായ ആളുകൾ സംസാരിക്കും. ഈ അക്ബർ അപ്പാനൊക്കെ വലിയ സ്ത്രീത്വം പറയുന്നുണ്ട്, ജിസയിലിന് കുഴപ്പമാണ്. മറ്റേ തങ്കച്ചന്റെ കൂടെ എന്തോ ഒരുത്തന്റെ ജീവിതം തുറച്ചില്ലേ, അവനെ മൂഞ്ചിച്ചില്ലേ, അങ്ങനെ ആക്കിയില്ലേ, എങ്ങനെ ആക്കിയില്ലേ എന്നൊക്കെ അനുമോൾ അതിനകത്ത് ഇട്ട് പറയുന്ന സമയത്ത് അനുമോൾക്ക് പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യന്റെ കൂടെ അനുമോളെ ഒരു ഡബിൾ മീനിങ് വെച്ച് പറയുന്ന സമയത്ത് അക്ബർ ആരും വിചാരിച്ചിട്ടില്ല അനുമോൾക്ക് പുറത്തൊരു ലൈഫുള്ളതാണ്. അനുമോൾ ഒരിക്കലും ആര്യനെ ആ ഒരു ലൈനിൽ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കളിക്കുന്നതും ചിരിക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു ലവ് ട്രാക്ക് പോലെ ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് അക്ബർ ഒരു ദിവസം പോയി പറയേണ്ട ആര്യനെ വിളിക്കണോ, അപ്പോൾ അനുമോൾ സ്ട്രിക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ആര്യൻ എൻ്റെ അച്ഛനാണോ എൻ്റെ കെട്ടിയവനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ആര്യനെയും അനുമോളെയും വെച്ച് അവിടെ ഒരു ഡബിൾ മീനിങ് അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് കോമ്പോ മറ്റുള്ളവർ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ തന്നെ ആര്യൻ ഈ വഴക്കിൻ്റെ ഇടയ്ക്ക് പറയാം, അനുമോള് അവന്റെ കാലയിൽ വിരൽ വെച്ച് ഇങ്ങനെ തോണ്ടിയിട്ടുണ്ട്. ഇപ്പം അതൊന്നും കണ്ടിട്ടുമില്ല, ആരും പറഞ്ഞും കേട്ടില്ല, ഇവനും പറഞ്ഞു കേട്ടില്ല. വെറുതെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അങ്ങോട്ട് പടച്ചു വിട്ടേക്കുക വേഗം. അതേപോലെ ജിസേലിന്റെ കൂടെ കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ല, ആര്യനെ അനുമോക്ക് ഇഷ്ടമാണ്. ഇതൊക്കെയാണ് ഇപ്പൊ അവർ പറഞ്ഞുണ്ടാക്കുന്ന സ്റ്റോറികൾ. ആര്യനെ ഒരിക്കലും അനുമോൾ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ പയ്യന്റെ പെരുമാറ്റം ഒരു പാൽക്കുപ്പി പെരുമാറ്റമാണെന്ന് അനുമോൾ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ മെയിനായിട്ട് കട്ടപ്പ ശൈത്യ എന്ന് പറയുന്ന അനുമോളുടെ അടുത്ത സുഹൃത്ത് വൻ വിഷമാണ്. ബിന്നി അതേപോലെ തന്നെ വൻ വിഷമാണ്. ശൈത്യയാണ് അനുമോളോട് ഈ ഒരു കാര്യം ആദ്യം സൂചിപ്പിച്ചത് എന്നാണ് ലൈവൊക്കെ കണ്ടതിൽ നിന്നും ഓരോ റിവ്യൂസ് കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. ശേഷം ആര്യനെ ഈ വിവരം ആദ്യം അറിയിക്കുന്നതും ശൈത്യ തന്നെയാണ്. അപ്പം ഒരേ വിഷയം രണ്ടുപേരുടെ അടുത്ത് രണ്ട് വിധത്തിൽ പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ശൈത്യമാണ്. ഇപ്പൊ അനുമോളുമായിട്ട് തെറ്റി നിവിന്റെ കൂടെ സ്ക്രീൻ സ്പേസിന് വേണ്ടി നടക്കുകയാണ്. സോ ശൈത്യം നല്ലൊരു ഒന്നാം തരം കട്ടപ്പയാണ്. ഗെയിമിലൊക്കെ മാറ്റം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിരുന്നു, പക്ഷേ ഇമ്പ്രൂവ് ഒന്നും ആയിട്ടില്ല. പുള്ളിക്കാരിക്ക് ഇപ്പോഴും ഡബിൾ സ്റ്റാൻഡ്, ട്രിപ്പിൾ സ്റ്റാൻഡ്, ട്രബിൾ സ്റ്റാൻഡാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അനുമോൾ പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം അനു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത്രയും ദിവസം അത് കണ്ടിട്ട് അനു ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല, പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതോ ഒരു സാഹചര്യത്തിൽ ആര്യൻ അനുമോളുടെ അമ്മയ്ക്ക് വിളിക്കുക, അങ്ങനെ എന്തോ ഒരു പരിപാടി ചെയ്ത സമയത്താണ് നീ എന്നെ കൊണ്ട് പുതപ്പിൻ്റെ അടി നീ കാണിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് അനുമോൾ പറഞ്ഞു. അപ്പം എല്ലാവർക്കും കൂടെ അതൊരു തുര, എന്താണ് ഇവർ പുതപ്പിൻ്റെ അടി കാണിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അത് എല്ലാവരും എടുത്തിട്ട് കുടഞ്ഞും ചോദിച്ചും പറഞ്ഞും അതിൽ ആര്യനും ജിസയിലും ഇടപെട്ടിട്ടൊക്കെയാണ് ഈ ഒരു വിഷയം അവിടെ ഡെമോ കളിച്ചവരെ കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവം ബിഗ് ബോസ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ആ ഒരു സമയത്ത് ഒരു കണ്ടന്റ് പോലും ഇല്ലാതെ ഇവരുടെ പുതപ്പിന്റെ അനക്കങ്ങളും പുതപ്പ് മാറ്റിയിടുന്നതും ആരും എഴുന്നേക്കുന്നതും നോക്കുന്നതുമായ കാര്യങ്ങൾ മാത്രം ബിഗ് ബോസ് എന്തിന് പ്രേക്ഷകരിലോട്ട് എത്തിക്കണം. അപ്പോൾ അവരുടെ ഇടയിൽ അങ്ങനെ എന്താണ്ടൊക്കെ പ്രവർത്തികൾ അതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ബിഗ് ബോസിന് തന്നെ വലിയ ധാരണയുണ്ട്. അപ്പോൾ അതൊരു കണ്ടന്റ് ആയിക്കോട്ടെ എന്ന് കരുതി തന്നെയല്ലേ ബിഗ് ബോസ് അത് പുറത്തോട്ട് വിട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പോൾ പിന്നെ രണ്ടാളും പിന്നെയും തലങ്ങനി വിലങ്ങനി തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ജിസയിൽ അങ്ങോട്ട്, ആര്യൻ ഇങ്ങോട്ട്. ആദ്യം അവർ അങ്ങനെ തന്നെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുമിച്ച് കിടന്നത് മാനുഷിക പരിഗണന വെച്ചിട്ട് ചിലപ്പോൾ കാലൊക്കെ മുഖത്തടിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം എന്ന് നമുക്ക് കരുതാം. പക്ഷേ പോകെ നട്ടപ്പാതിരാത്രിക്ക് എല്ലാവരും ഉറങ്ങിയോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഒരു പുതപ്പിനടിയിലോട്ട് കയറിയത് എന്തുകൊണ്ടും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കയറാം, അല്ലെങ്കിൽ അവർക്ക് കിസ് ചെയ്യാം, അതിലൊന്നും ഞാൻ എതിർ പറയുന്നത്. കാരണം രണ്ടാളും സിംഗിൾസ് ആണ്. അവർക്ക് പുറമെ വേറെ ഒരു ലൈഫിൽ ഇപ്പോൾ അക്ബർ അപ്പാനൊക്കെയാണെങ്കിൽ പുറമെ ഭാര്യയും കുട്ടികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ അവർ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവർ വേറെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രണ്ടാൾക്കാരാണ്. അപ്പം അവർ ഉമ്മ വെച്ചെന്ന് കരുതി യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല, കെട്ടിപ്പിടിച്ചെന്നും കരുതി കുഴപ്പമില്ല. പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ പെരുമാറ്റവും കാര്യങ്ങളും, പോരാത്തതിന് ഇത് റിയാലിറ്റി ഷോ അല്ലേ, അവിടെ അങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് ഒരിക്കലും അത് എയർ ചെയ്യത്തില്ലായിരുന്നു, പക്ഷെ ഇത് ചെയ്തു. അനുമോൾ ഇങ്ങനൊരു കാര്യം ആരോപിക്കുന്ന സമയത്ത് ഉള്ളതാണെങ്കിൽ ആര്യൻ നിഷേധിക്കുന്നുണ്ട്, രാത്രി അങ്ങനെ ചെയ്തിട്ടില്ല, പുതപ്പ് മാറ്റിയിട്ടില്ല. നമ്മൾ വീഡിയോസിൽ കൃത്യമായിട്ട് കണ്ടു ജിസയിലും ആര്യനും കൂടെ ഒരു പുതപ്പിനകത്തോട്ട് മാറുന്നത്. അപ്പം ആര്യനോ ജിസയിലിനോ സമ്മതിക്കാം, ഞങ്ങൾ ഉമ്മ വെച്ചു, അതിനെന്താണ്, ഞങ്ങൾക്ക് വേറെ റിലേഷൻസും കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ സിംഗിൾസ് ആണ്, ഞങ്ങൾ ഉമ്മ വെച്ചു, അങ്ങനെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ല. അതിനിപ്പോൾ എന്താണ് പ്രശ്നം? ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയും ഉമ്മ വെച്ചു, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവിടെ അനുവിൻ്റെ വായ അടയായിരുന്നു. പക്ഷെ അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം ഇത് പുറത്തേക്ക് വിട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഇവർ വിചാരിച്ചത്. ഇവരുടെ ഈ ഒരു ബെഡ്റൂം സീൻസ് കാര്യങ്ങളൊന്നും പുറത്തേക്ക് എയർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കാരണം ഇത് ബിഗ് ബോസ് പുറത്ത് വിടില്ല എന്ന് ഇവർക്ക് അറിയാലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വിട്ടിട്ടില്ലെങ്കിൽ ഇവർക്ക് അനുമോളോട് കള്ളം പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റും. ബിഗ് ബോസ് ഒരിക്കലും അത് വീക്കെൻഡ് എപ്പിസോഡിലും കാണിക്കില്ല. അത് ഷോക്കി ഏഷ്യാനെറ്റിനും നാണക്കേടായിരിക്കും എന്ന ധാരണയിലായിരിക്കാം ഒരു പക്ഷേ ഇവരത് എതിർത്തത്. ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മളിത് രണ്ട് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഏകദേശം മലയാളി പ്രേക്ഷകർ ഇതിനെ എടുത്ത സെൻസ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയക്കകത്ത് ട്രോളായിട്ടും പോസ്റ്റേഴ്സായിട്ടും ഒക്കെ കണ്ടാണ്, റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ആയിട്ട് കണ്ടതാണ്.
അങ്ങനെ ഇരിക്കെ ഇത് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതെ, അതിനിപ്പോൾ എന്താണ്? അങ്ങനെയാണെങ്കിൽ ആ ഹൗസിലെ ഭൂരിഭാഗം ആളുകൾ അതിലെയും നൂറേയും വരെ അവരെ സപ്പോർട്ട് ചെയ്തത്, ജിസേലിനെയും ആര്യനെയും സപ്പോർട്ട് ചെയ്തത്. കാരണം അവർ രണ്ടുപേരും മാരീഡ് അല്ല, യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും ഇല്ല. അവർ ബിഗ് ബോസിനകത്ത് കണ്ടു, സംസാരിച്ചു, ഫ്രണ്ട്ഷിപ്പിന്റെ അപ്പുറത്തേക്ക് വല്ല ഔട്ടറാക്കും പോയി, അല്ലെങ്കിൽ ഉമ്മ വെച്ചു, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്നേ ആളുകൾ ചോദിക്കുള്ളൂ. അപ്പോൾ അനുമോളുടെ വീട്ടിലുള്ള ആളുകളടക്കം പറയായിരുന്നു നിങ്ങൾ സദാചാരം കളിക്കേണ്ട എന്നുള്ള കാര്യം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവർ നിഷേധിക്കുകയാണ്. അനുമോള് ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് ആസ്പദമായ തെളിവുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന്റെ ഭാഗത്ത് തന്നെ നമ്മൾ പ്രേക്ഷകർ കാണുന്നു, വിലയിരുത്തുന്നു. സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ